ജലസംരക്ഷണത്തോടൊപ്പം ശുചിത്വവും പ്രധാനമാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് നീർധാര ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസംരക്ഷണത്തിനുള്ള ഏകോപിത പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന നീർധാര പദ്ധതിക്ക് പരിസ്ഥിതി ദിനത്തിൽ തന്നെ തുടക്കമായി. കൂട്ടായ ഇടപെടലിലൂടെ അടുത്ത 2 വർഷത്തിനകം പാലക്കാട് ജില്ലയിലെ ഉപരിതല ഭൂജല ലഭ്യതയിലും ഭൂജല വിധാനത്തിലും മുന്നേറ്റമുണ്ടാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതിയുടെ മാതൃകയിലാണ് ജില്ലയിൽ പദ്ധതി നടപ്പാക്കുന്നത്. തൃത്താലയിൽ ജലസംരക്ഷണം മാത്രമായിരുന്നില്ല, ജലസംരക്ഷണം അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണം, നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. 117 കിലോമീറ്റർ നീർച്ചാലുകളുടെ ഒഴുക്ക് സുഗമമാക്കാൻ കഴിഞ്ഞു. മഴവെള്ളം ഭൂമിയിൽ സംഭരിക്കാനും താഴേക്ക് കിനിഞ്ഞിറങ്ങുന്നു എന്ന് ഉറപ്പാക്കാനുമുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആ സൗകര്യങ്ങൾ വലിയ തോതിൽ നമുക്ക് ജില്ലയിലാകെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ജലസംരക്ഷണത്തോടൊപ്പം ശുചിത്വവും പ്രധാനമാണെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന മനോഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 5.77 കോടി മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളിയവരിൽ നിന്നും പിഴയായി സ്വീകരിച്ചെന്നും മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ പദ്ധതികൾ നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് മലയാളം, പാലക്കാട്.